ഹായ് ഫ്രണ്ട്സ്, ഏവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇപ്പോൾ മഴക്കാലമായല്ലോ, നമ്മുടെ ബൊഹീമില്ലയുടെ സീസണെല്ലാം കഴിയാറായി. പൂക്കളെല്ലാം കൊഴിഞ്ഞ് പ്ലാന്റ് നിൽക്കുകയാണ്. നല്ല മഴയാണ്, ഫുൾ ടൈം മഴ ആയതുകൊണ്ട് തന്നെ ഞാനിവിടെ ബൊഹീമില്ലകളെല്ലാം ഹൈബ്രിഡ് ബൊഹീമില്ലകളെല്ലാം മാറ്റി അധികം മഴ കൊള്ളാത്ത വിധത്തിൽ ഷെയ്ഡിലേക്ക് മാറ്റി വെച്ചേക്കുവാണ്. ഇതുണ്ട്, ഇതിലൊന്നും ഒരു ഫ്ലവറൊന്നുമില്ല. ഇപ്പോൾ ഹൈബ്രിഡ് ബൊഹീമില്ലകൾ നമ്മൾ മഴയത്ത് തന്നെ വെച്ച് കഴിഞ്ഞാൽ ഒരു വർഷമൊക്കെ ആയ ബൊഹീമില്ലകൾ ആണെങ്കിൽ പോലും നമ്മൾ മാറ്റി വെക്കണം, അല്ലെങ്കിൽ അതിൻ്റെ വേരുകൾ പെട്ടെന്ന് ചീഞ്ഞു പോകും. ഇപ്പോൾ 2-3 വർഷമൊക്കെ ആയ ചെടിയാണെങ്കിൽ മഴയത്ത് വെച്ചാലും മതി, നിന്നോളൂ, കുഴപ്പമില്ല. മഴയത്തിരിക്കുന്ന പ്ലാന്റാണ് ഇത്. 2-3 വർഷം ആയതാണ്. അപ്പോൾ ഇത് കഴിഞ്ഞ വർഷം 3 വർഷം കഴിഞ്ഞ പ്ലാന്റാണ്. കഴിഞ്ഞ വർഷം ഞങ്ങൾക്ക് ഫുൾ ടൈം മഴയത്ത് തന്നെയാണ് വെച്ചിരുന്നത്. ഇതിനൊന്നും ഒരു കേടൊന്നും പറ്റിയിട്ടില്ല. അതേസമയം നമ്മൾ കയാട്ടയൊക്കെ പോലത്തെ പ്ലാന്റുകൾ, കയാട്ട ക്രിസ്റ്റീനയൊക്കെ പോലത്തെ പ്ലാന്റുകൾ മഴയത്തൊന്നും മാറ്റി വെച്ചില്ലെങ്കിൽ നമുക്ക് അടുത്ത വർഷത്തേക്ക് പ്ലാന്റ് ഉണ്ടാകത്തില്ല. അതിൻ്റെ വേരുകളൊക്കെ നശിച്ചു പോയി പ്ലാന്റ് തന്നെ നഷ്ടപ്പെട്ടു പോകും. ഈ സമയത്ത് നമുക്ക് ബൊഹീമില്ല ഇതുണ്ട്. ഇതൊക്കെ നല്ല നീളമുള്ള കമ്പുകളായിട്ട് നല്ല കമ്പൊക്കെ നല്ല നീളത്തിൽ വന്നിരിക്കുക. ഇങ്ങനെയുള്ള സമയത്ത് നമുക്കിത് പ്രൂൺ ചെയ്ത് കൊടുക്കാം. പ്രൂൺ ചെയ്ത് കൊടുക്കുന്ന കമ്പുകൾ നമുക്ക് നട്ടു കൊടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ പുതിയ തൈകൾ ഉണ്ടാക്കിയെടുക്കാനും പറ്റും. അടുത്ത സീസണിലേക്ക് നിറയെ പൂക്കൾ അതിലാവുകയും ചെയ്യും. ഇത് കിങ് ഓറഞ്ചിൻ്റെ ഒരു പ്ലാന്റാണ്. ഇതുണ്ട്, നിറയെ പൂവുണ്ടാകുന്ന പ്ലാന്റാണ്. ഇപ്പോൾ ഇതിൻ്റെ ഫ്ലവറുകളൊന്നുമില്ല. ഈ 2 ഫ്ലവർ മാത്രമേ ഉള്ളൂ. 2 ഇവിടെ കുറച്ച് 2-3 ഫ്ലവർ മാത്രമേ ഉള്ളൂ. നമുക്ക് ഹാൻഡ് പ്രൂൺ ചെയ്ത് കൊടുക്കാം. ഈ സമയത്ത് നമ്മൾ ചെയ്ത് കൊടുക്കേണ്ട ഹാൻഡ് പ്രൂണാണ്. ഇത് ചേർത്ത് വെട്ടിക്കൊടുക്കുക. ഇങ്ങനെ കിട്ടുന്ന ഈ കമ്പുകളെ നമുക്ക് നട്ട് വെച്ച് അടുത്ത തൈകളാക്കിയെടുക്കുകയും ചെയ്യാം. നമ്മൾ മുഴുവൻ വെട്ടിക്കൊടുത്തിട്ടുണ്ട്. നമ്മളിപ്പോൾ ഹാർഡ് പ്രൂൺ ചെയ്ത് കൊടുത്തോളൂ. ഇപ്പോൾ വളമൊന്നും കൊടുക്കുന്നില്ല. മഴക്കാലത്ത് വളം കൊടുത്തു കഴിഞ്ഞാൽ ആ വളമെല്ലാം ഒഴുകിപ്പോകും. അതുകൊണ്ട് ഇപ്പോൾ മഴക്കാലത്ത് നമ്മൾ വളമൊന്നും കൊടുക്കുന്നില്ല. നമ്മളിപ്പോൾ ഇതിൻ്റെ കമ്പ് എടുത്തിട്ടുണ്ട്. ഇതെങ്ങനെയാണ് ഞാൻ നടുന്നത്, എങ്ങനെയാണ് നട്ടിട്ട് ഇത് കിളിർപ്പിച്ചെടുക്കുന്നത് എന്ന് കാണിച്ചു തരാം. കമ്പ് അലവേരയിലൊന്ന് മുക്കി കൊടുക്കുന്നു. റൂട്ടിംഗ് ഹോർമോണാണ്. അലവേര മുക്കുമ്പോൾ നമ്മൾ ഈ റൂട്ടിംഗ് ഹോർമോൺ നല്ലപോലെ ഈ കമ്പിലിങ്ങനെ പിടിച്ചിരിക്കും. ഗ്ലാസ്സിലാണ്, ട്രാൻസ്പെറൻ്റ് ആയ ഗ്ലാസ്സിലാണ് ഞാൻ നടുന്നത്. ഇതിൻ്റെ താഴെ ഹോളിട്ട് കൊടുക്കും. ഇങ്ങനെയുള്ള ഗ്ലാസ് നട്ട് കഴിഞ്ഞാൽ നമുക്ക് വേരുകൾ വരുന്നത്. ഇപ്പോൾ ബൊഹീമില്ല കമ്പ് നടുമ്പോൾ അറിയാമല്ലോ, ആദ്യം വരുന്ന ലീഫായിരിക്കും. ലീഫ് വന്നു കഴിഞ്ഞാലും അതിന് വേര് വരത്തില്ല. ലീഫ് വന്നു കഴിഞ്ഞ് കുറേ കഴിഞ്ഞിട്ടായിരിക്കും വേര് വരുന്നത്. അപ്പോൾ ഇങ്ങനത്തെ ട്രാൻസ്പെറൻ്റ് ഗ്ലാസ്സിൽ നടുവാണെങ്കിൽ നമുക്ക് വേര് വന്നോ റൂട്ട് വന്നോ എന്ന് കാണാൻ പറ്റും. അതുകൊണ്ട് ഞാൻ ഇങ്ങനത്തെ ഗ്ലാസ്സാണ് യൂസ് ചെയ്യുന്നത്. ഇത് നനവുള്ള മണ്ണാണ്. ഈ കമ്പ് വെച്ച് കൊടുത്തിട്ട് നമ്മൾ നല്ലപോലെ പ്രസ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതിനകത്ത് വെള്ളം ഒഴിക്കേണ്ട. വെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ നമ്മൾ കൊടുത്ത റൂട്ടിംഗ് ഹോർമോണെല്ലാം പോകും. ട്രാൻസ്പെറൻ്റ് ആയിട്ട് കവറ് നമുക്ക് ഇങ്ങനെ വെള്ളം ഇട്ട് കൊടുക്കുക. ഇങ്ങനെ ഇട്ട് കൊടുത്തിട്ട് താഴെ ഇങ്ങനെ ഇവിടെ റബ്ബർ ബാൻഡ് ഇട്ട് കൊടുക്കാം. താഴെ നിന്നിങ്ങനെ അങ്ങനെ ഇട്ട് കൊടുക്കുമ്പോൾ എന്നാ വെച്ചാൽ കാറ്റൊക്കെ വരുമ്പം ഇത് ഇങ്ങനെ പെടർന്നു പോകും. ഞാൻ ചെയ്യുന്നത് തിരിച്ചാണ്. അതായത് ഇതിനകത്ത് ഗ്ലാസ് ഇറക്കി വെക്കുകയാണ്. ഗ്ലാസ് ഇങ്ങനെ ഇറക്കി വെച്ചിട്ട് മുകളിൽ ഇങ്ങനെ റബ്ബർ ബാൻഡ് ഇട്ട് കൊടുക്കും. റബ്ബർ ബാൻഡ് ഇട്ട് വയ്ക്കും. ലീഫ് വന്നു കഴിയുമ്പോൾ നമ്മൾ പെട്ടെന്ന് ഈ കവർ അഴിച്ച് മാറ്റരുത്. ഒരു രാത്രിയിൽ ഇതിൻ്റെ കവർ അഴിച്ച് മാറ്റുക. അതിനുശേഷം രാവിലെ നമുക്ക് പിന്നെയും കവറിട്ട് കൊടുക്കുക. അങ്ങനെ പതുക്കെ വേണം. അല്ലെങ്കിൽ നമ്മൾ പെട്ടെന്ന് ഒരു ദിവസം മാറ്റി കൊടുത്തു കഴിഞ്ഞാൽ ലീഫ് കൊഴിഞ്ഞ് അത് പിടിച്ച് കിട്ടാതെ വരും. ചോദിക്കാറുണ്ട്, ഇങ്ങനെ നമ്മൾ കവറിനകത്ത് ഇട്ട് വെച്ച് കഴിഞ്ഞാൽ പിന്നെ വെള്ളം ഒഴിച്ചു കൊടുക്കണമെന്ന്. വെള്ളം ഒട്ടും ഒഴിച്ചു കൊടുക്കണ്ട. ഇതിനകത്ത് ഇപ്പം നനഞ്ഞ മണ്ണാണ്. ഈ മണ്ണിന് വെള്ളം കൊണ്ട് തന്നെ ഇത് മോയ്സ്ചർ നിലനിർന്ന് ആ മോയ്സ്ചർ കൊണ്ട് തന്നെ ഇത് കിളിർത്ത് കിട്ടും. നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കുകയേ വേണ്ട.